33 മഹത്വം എന്താ? അതാ 33. 5 വക്ത നമസ്കാരത്തിന്റെ ശേഷവും ആരെങ്കിലും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ 33 പ്രാവശ്യം പറഞ്ഞ് 99 പൂർത്തിയാക്കി ഇനി തമാമുൽ മിആ 100 പൂർത്തിയാകുന്നതിന് വേണ്ടി ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈ ദിക്ർ ചൊല്ലി ഒരു തവണ ചൊല്ലി 100 പൂർത്തിയാക്കിയാൽ, അങ്ങനെ നിസ്കാരത്തിന്റെ ശേഷം ഈ ദിക്റുകൾ ചൊല്ലി 100 തവണ പൂർത്തിയാക്കിയാൽ, ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ അവന്റെ തെറ്റ് അല്ലാഹു മാപ്പ് ചെയ്യുകയാണ്. സമുദ്രമുണ്ടല്ലോ, കടലുണ്ടല്ലോ, ആ സമുദ്രത്തിലെ വലിയ തിരമാലകൾ കണ്ടിട്ടുണ്ടല്ലോ, ആ തിരമാലകൾക്ക് സമമായ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അല്ലാഹു മാപ്പ് ചെയ്യുകയാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 5 വക്ത നിസ്കാരത്തിന്റെ ശേഷം ഈ ദിക്റുകൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ ഈ 3 ദിക്ർ പറയുകയും 100 എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടി 33 അത് പറഞ്ഞ് 33 പറഞ്ഞ് 100 പൂർത്തിയാകുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞ് 100 തവണ പൂർത്തിയാക്കി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദിക്ർ പറയുന്ന നമ്മുടെ എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പ് ചെയ്യുമാറാവട്ടെ. അത് പറയാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുന്നതും ഞാനും നിങ്ങളും പറയുമ്പോൾ അത് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ പ്രതിഫലം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.